നമ്മളിവിടെ നിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എസ്ലിൻ്റെ ട്രാവൽ എന്ന വീൽ ചെയറിനെ കുറിച്ചിട്ടാണ്. ഈ ട്രാവൽ എന്ന വീൽ ചെയറിൻ്റെ ഏറ്റവും വലിയൊരു പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ട്രാവൽ പർപ്പസിന് കൊണ്ടുപോകാൻ പറ്റുന്ന വീൽ ചെയറാണ്. ഈ വീൽ ചെയറിന് ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. ഏകദേശം 19 to 20 കിലോയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വെയിറ്റ് കുറഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് വെയിറ്റ് നല്ലോണം എടുക്കുമെന്നുള്ളത്. ഇത് 150 കിലോ വെയിറ്റ് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വീൽ ചെയറാണ്. ലിഥിയം ബാറ്ററി ആയതുകൊണ്ട് തന്നെ ബാറ്ററിക്ക് ഭയങ്കര വെയിറ്റ് കുറവാണ്. അതുപോലെ തന്നെ ഫുൾ ചാർജിൽ നമുക്ക് ഏകദേശം 25 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്പീഡ് വരുന്നത് 9 km/h ആണ്. ഇത് ട്രാവൽ പർപ്പസിനായതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാം. ഈ ബൈസ്റ്റാൻഡർ ഒരാൾക്ക് തന്നെ എന്താക്കാൻ പറ്റും, ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ കാറിലെല്ലാം ഈസി ആയിട്ട് ഇത് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളെ കസ്റ്റമറുടെ വീട്ടിലേക്കാണ്. ഒരു മാസം മുമ്പ് എസ്ല ട്രാവൽ എന്ന മോഡൽ വീൽ ചെയർ മേടിച്ച നമ്മളെ കസ്റ്റമർ അടുത്തേക്ക്. അപ്പോൾ നമുക്ക് എന്താക്കാം അവരെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് പ്രദീപ് എന്നാണ്. ഞാൻ എറണാകുളത്ത് പള്ളുരുത്തിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ ക്രച്ചസ് ഉപയോഗിച്ച് നടന്നിരുന്ന ഒരാളാണ്. പക്ഷേ ക്രച്ചസ് ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്ക് വീണ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ അടുത്തൊരു വീഴ്ച ഉണ്ടായിട്ട് എനിക്ക് ഷോൾഡറിലൊരു ഇഞ്ചുറി ഉണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് ഓർത്തോപെഡിക് സർജനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ അഡ്വൈസ് ചെയ്തത് ക്രച്ചസിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചിട്ട് ഒരു ഇലക്ട്രോണിക് വീൽ ചെയറിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്ന് തൊട്ടിട്ട് ഞാനൊരു പവർ വീൽ ചെയർ ഏറ്റവും നല്ലൊരു എനിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പവർ വീൽ ചെയറിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. അപ്പോൾ ഞാനൊരുപാട് സ്റ്റഡി നടത്തി ഓൺലൈനായിട്ട്. നമുക്ക് മൊബിലിറ്റി പ്രശ്നമുള്ളതുകൊണ്ട് കൂടുതലും ഞാൻ ഗൂഗിൾ വഴി ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടാണ് ഓരോ മോഡൽസിനെ കുറിച്ച് പഠിച്ചത്. ഇത് കഴിഞ്ഞിട്ടൊരു റിയൽ ടൈം എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ചില ഷോപ്പുകളിലൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വില വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് ഒരു വിഷയമായിട്ട് തോന്നി. അപ്പോൾ ട്രാവലിങ്ങിലൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ കൂടെ ട്രാവൽ ചെയ്യണവർക്ക് ഇത് ഇറക്കി വെച്ച് തരാനും എടുത്തു വെച്ച് തരാനൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ വെയിറ്റ് ഒരു വലിയ കൺസേൺ എനിക്ക് തോന്നി. അപ്പോൾ ഏറ്റവും വെയിറ്റ് കുറഞ്ഞതും എന്നാൽ നമുക്ക് മാർജിനൽ ആയിട്ട് കിട്ടാവുന്നത് ഏറ്റവും ഇക്കണോമിക്കലായിട്ട് കിട്ടാവുന്നതുമായിട്ടുള്ളൊരു മോഡലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് അവസാനം ഈ ഒരു വീൽ ചെയറിലേക്ക് എത്തിയത്. ഇത് വളരെയധികം ഇക്കണോമിക്കാണ്. വെയിറ്റ് വളരെ കുറവാണ്, 20 kg ഉള്ളൂ. അത്യാവശ്യം എനിക്കും ഒന്ന് മൂവ് ചെയ്യാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും ഈ ഒരു വെയിറ്റ് സഹായമാണ്. ഇതിപ്പോൾ എനിക്ക് കിട്ടിയതിന് ശേഷം വളരെയധികം അത് പ്രയോജനപ്പെട്ടു. എൻ്റെ ഷോൾഡർ പെയിനൊക്കെ വളരെയധികം വ്യത്യാസം വന്നു. എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് ഈ ഒരു മോഡൽ അങ്ങേയറ്റം ശക്തമായിട്ട് തന്നെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലേക്ക് വിളിക്കുക. ഓക്കെ.